ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് CS റാക്കിൽ മാച്ചും കാര്യങ്ങളും പോയി നോക്കാം. CS ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ നല്ല നെറ്റുള്ളതുകൊണ്ട് പെട്ടെന്നും കാര്യങ്ങളും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ ടീമിലുള്ളത്. കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ കളി വിക്ടറി അടിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഗൈസ് പുതിയൊരു ഇവൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ, ഒരു വിൻ്റർലാൻഡിൻ്റെ. ആ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. കംപ്ലീറ്റ് ആക്കുന്നവർ ഇത് മാക്സിമം എത്ര കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. മിക്കവാറും നമ്മൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. നമ്മൾ 2-3 വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 2-3 ഗെയിം പ്ലേ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. അത് പറ്റിയാൽ നമ്മൾ ചെയ്യും. ട്രിപ്പിൾ ടേക്ക് ഡൗൺ എടുത്തിട്ടുണ്ട്. എൻ്റെ റേസായിരുന്നു, ബട്ട് എങ്ങനെയോ അത് പോയി. ഒരിക്കൽ ഫസ്റ്റ് എൻ്റെ ടീം എടുത്തുകൊണ്ട് എൻ്റെ എയ്സ് അങ്ങോട്ട് പോയി. നമുക്ക് XM80 കളിക്കാം. XM80 ഇവോ ആയതുകൊണ്ടൊന്നുമില്ല. XM80ലൊക്കെ ഞാൻ കുറേ ആയി കളിച്ചിട്ട്, അതുകൊണ്ടാണ് XM80 കളിക്കാന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ക്രിസ്മസിന് നിങ്ങൾക്ക് എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടേക്കുക. എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ ഓൺ ദ വേ ചെയ്യുന്നതാണ്. നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഓക്കെ ഗൈസ്, നമുക്ക് അറിയത്തില്ല എങ്ങനെ വേണം അങ്ങനത്തെ വീഡിയോസൊക്കെ. ഗൈസ് ഓക്കെ, കൊണ്ടിട്ടുണ്ടായിരുന്നു കയറണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പറയുന്നത് രീതിക്ക് ഞാൻ കളി ശ്രദ്ധിക്കാൻ വേണ്ടി വിട്ടുപോയി. നിങ്ങൾക്ക് റെഡിയും കൂടെ കാര്യം തരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, മീൻസ് പൈസക്കാരെ ആൾക്കാർക്ക് നമുക്ക് റെഡിയും കൂടെ തരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഇട്ടേക്കാം. ഓക്കെ, കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, നിങ്ങളൊന്ന് പരിഗണിച്ചാലേ നമുക്ക് സ്പിന്നിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് പരിഗണിച്ച് വിടുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, പറ്റാൻ ആൾക്കാർ മാത്രം തന്നാൽ മതി, നിർബന്ധിക്കുന്നില്ല. നിർബന്ധിക്കാൻ മീൻസ് അറിയാലോ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തരാം, അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ, നമുക്ക് UMP കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വുഡ്പക്കർ എടുക്കണ്ട, XM8ഉം ഡെസേർട്ട് എടുക്കാവുള്ളൂ. ആളെന്തായാലും എടുക്കണ്ട. ഓക്കെ, XM8 എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ കിട്ടിയത് വെറുതെ എടുത്താൽ മതിയല്ലോ. ഗ്ലൂ പിന്നെ സ്പീഡ് ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറുന്നുണ്ട്. ഇവിടെ എനിമീനെ കണ്ടു, എനിമീനെ കണ്ടിട്ടുണ്ട്. എനിമീനെ ഉണ്ടോ ഇവിടെ എനിമീനെന്ന് പറഞ്ഞാൽ ഇവിടെ കയറുക. അപ്പോൾ അവിടുത്തെ എനിമീനെ എൻ്റെ ടീം കാര്യങ്ങൾ സ്കില്ലെടുത്തോ വൈസാബ്. അങ്ങനെ അവനെയും എടുത്ത് കളിയും കണ്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കുകയാണെങ്കിൽ 3-0 ആണ്. ഈ ഒരു കോമ്പോയിൽ തന്നെ കളിച്ചു എന്നിട്ട് നമ്മൾ ആ ഒരു മാച്ച് കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ഇതും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ്. ഓക്കെ, നമ്മൾ ഒരു ഇതും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതാണ് ഫസ്റ്റത്തെ കളിയാണ് അതിൻ്റെ. ഞാൻ അത് വന്നിട്ട് ഒരു റൗണ്ട് പോലും കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് കളിയാണ്. അതുകൊണ്ട് അതിൻ്റേതായ എൻ്റെ മോനെ അവൻ അടി കൊണ്ടൊന്നും കണ്ടില്ലാത്ത. അവൻ ഓപ്പണിലും കാര്യങ്ങളാണ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇവിടെ അവൻ ഓപ്പണിലാണ് അവൻ. ഓക്കെ, അപ്പം നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ട്.
ഇനി അടുത്ത മാച്ച് എടുക്കുമ്പോൾ കാണാം. കേസ് അത് നമ്മൾ നെക്സ്റ്റ് മാച്ചും കാര്യങ്ങളും കളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മാച്ചും G80 ഇത് വലിയൊരു ലോങ് വീഡിയോ ആയിരിക്കും. ഓക്കെ, മറ്റേ ഗെയിം പെട്ടെന്ന് കഴിഞ്ഞു ഗൈസ്. മുട്ടക്കാണന്മാർ പൊട്ടിയത്. അതുകൊണ്ട് എനിക്ക് 2 സ്റ്റാർ വെച്ചാണ് കയറിയത്. ഹീറോയ്ക്കാണ് ഗൈസ് ഞാൻ. അതുകൊണ്ട് എനിക്ക് 2 സ്റ്റാർ വെച്ച് പെട്ടെന്ന് കയറി. അതുകൊണ്ടാണ് എനിക്ക് ആ ഇവൻ്റ് കംപ്ലീറ്റ് ആക്കാനാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും കളിക്കത്തില്ല. ഒരു CS കളിക്കും, പിന്നെ ഇത് BR ആണ്. ഇന്ന് നമ്മൾ ഫുൾ CS ആണ്. കാരണം നമ്മളെ ഇതും കാര്യങ്ങളും കൂട്ടണം. എന്ത് വേണ്ടില്ല നമ്മളൊന്ന് പൊക്കി വിട്ടാൽ ഇതിനൊക്കെ എന്താ കഴിക്കുന്നത്? നമ്മ പടിയാവും. നമുക്ക് കഴിയുമ്പോൾ നിലത്തിറങ്ങാം. നിലത്തുനിന്ന് ടീം പൊക്കിയാൽ പൊക്കിയില്ല കൈസ്. ഓക്കെ, നമ്മൾ ഈ കളി എന്തായാലും പോയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഒരു പ്ലേയേഴ്സും കാര്യങ്ങളും വന്നേക്കണം. അവന്മാരും ഹീറോയ്ക്കിന് വേണ്ടിയാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് നല്ലൊരു പ്ലേയേഴ്സും കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ടീം എന്തായാലും ഇപ്പോൾ തന്നെ വടിയാവും. ഓക്കെ, ഫിനിഷ് ചെയ്യാനും നോക്കി, പക്ഷെ അത് പറ്റിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഞാൻ റെഡിയും കോഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. എനിക്ക് തരാൻ ഈ പ്രശ്നം നിങ്ങൾക്ക് ഞാൻ റെഡിയും കോഡ് അങ്ങോട്ട് തരും. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതാണ്. സാധാ ആൾക്കാരൊക്കെ അതൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്കാണെങ്കിൽ മിസ്സാവുന്നത്. ഈ പണ്ടത്തെ വീഡിയോസിലായിരിക്കും ഇതൊരു റെഡിയും കോഡ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഫിംഗർ സ്ലീവിൻ്റെ വീഡിയോയും കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ആരും കമൻറ്റും കാര്യങ്ങളും തന്നെ ഇട്ടിട്ടില്ല. ആകെ 2 പേർക്ക് എന്തോ കിട്ടിയിട്ടുള്ളൂ. അതെൻ്റെ ക്ലാസ്മേറ്റായ 2 പേര് കമൻറ്റ് ഇട്ടിട്ടാണ് കിട്ടിയത്. ഈ നേഴ്സിങ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഗായ്സ്. ഓക്കെ, അവന്മാരെ എടുത്തിട്ടുണ്ട്. ടീമിനെ കാര്യങ്ങളും റിവൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, MP40 പ്ലെയർ വന്നപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ 1 ടാപ്പ് അടിക്കാനാണ് നോക്കിയത്. പക്ഷെ 1 ടാപ്പും കാര്യങ്ങളൊന്നും കയറിയില്ല. ഫുൾ ബോഡിയാണ് കയറിയത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഉപകാരം മാത്രം. ഓക്കെ, ഉപകാരം മാത്രം. നമുക്കെന്തായാലും വെസ്റ്റ് ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായിട്ട് കയറിച്ചാൽ നമുക്കെന്നാൽ ഒരു ഇത് ഫയർ വെട്ട് കഴിഞ്ഞു. പക്ഷെ നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് 10 വറക്കാം. ഈ ഷോ കഴിച്ചു വേറൊരു ഷോ. ഇത് ഫുള്ളാവണായിട്ട് നമ്മൾ വേറൊരു ഷോയാണ്, അതറിയാലോ. ഏതാ ഫുള്ളായി. അപ്പോൾ നമ്മൾ നൈസിന് ഇവിടെ കവർ എടുത്ത് കളിക്കുക. അവിടെ എനിമിയുണ്ട്, എനിമി ഞാൻ കണ്ടുകയും ചെയ്തു. ഓക്കെ കേസ്, അതുകൊണ്ടാണ് ഞാനിവിടെ കവർ എടുത്ത് കളിക്കുന്നത്. ആ സൈഡിക്കൊരു ടീമിനെ അടിക്കണം എനിക്കറിയത്തില്ല. നമുക്ക് ഇത്ര ഇതിലേ കൂടി ഇപ്പം റഷ് എടുക്കാം. ഓക്കെ, റഷ് ഇതിലേക്ക് കയറാം. എൻ്റെ മോൻ എനിക്ക് അവിടെ നിന്ന് ഒരു അടി തന്നു ഗൈസ്. മേളിലാരും ഒന്നും തോന്നുന്നു. ഓക്കെ, മേളിലാണെന്ന് തോന്നുന്നു. ഓ ഗൈസ്, അടിയിലെടുത്തുണ്ട്. അടിയിലെ ടീമിനുള്ള നോക്കായി. ഇവിടുന്ന് പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് അടിച്ചിടാം. പക്ഷെ ഇവിടുന്ന് അടിക്കാൻ പറ്റത്തില്ല. അവനെ ഓപ്പണി കാണുന്നില്ല. ഗൈസ് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എയ്സും കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഒപ്പി ഞാൻ കുറച്ച് ഇത് കൊടുത്ത് ഡാം. അപ്പോൾ തന്നെ ടീം അടിച്ചിട്ട്. ഓക്കെ ഗൈസ്, അവനും കൂടി ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2-1 ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2-1 അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മളാണ് ടോപ്പ് നിൽക്കുന്നത്. നമ്മൾ ആരെങ്കിലും കാര്യം എടുത്ത് നമ്മൾ തന്നെയാണ് ടോപ്പ്. ആരെങ്കിലും ടോപ്പ് കൊടുത്തിട്ടില്ല. ഒരേ പൊളി ഗൈസ്, ഒരേ പൊളി. ആർക്കും ടോപ്പ് കൊടുത്തില്ല. ഓക്കെ, അങ്ങനെ ഒരിക്കലും ടോപ്പ് കളിക്കണ്ട അങ്ങനെയുള്ളൊരു ചിന്തയിലായിരുന്നു. ഓക്കെ, നമുക്ക് കിളിഞ്ഞ് അവനിക്കും ഉണ്ട്. ഇപ്പോഴത്തേക്കാണ് സ്നൈപ്പറാണ്. സ്നൈപ്പറിൽ നമുക്ക് കളിക്കാം.
സ്നൈപ്പർ മീൻസ് VSK ആണ്, VSK WSK ആണ് ഗൈസ്. പിന്നെ ഞാൻ സ്നൈപ്പറിൽ ചെറിയ പ്ലെയറാണ്. ഓക്കെ ഗൈസ്, ഇപ്പോഴും ഗിൽഡിൽ കയറാൻ വേണ്ട ഒരു ഗിൽഡിൽ കയറാം ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങൾക്ക് ചാൻസ് മിസ്സാവും, പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടാകത്തില്ല. ഓക്കെ, പിന്നെ എല്ലാവരും എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. പെട്ടെന്ന് ചെയ്യാത്തവരൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫുള്ളാക്കി ഇവിടുത്തെ AWM ആണെങ്കിൽ നമുക്ക് സ്നൈപ്പർ എടുത്തത് നൈസിലൂടെ വലിയ നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവനിക്ക് കുറച്ച് ഡൗൺ കൊടുത്തിട്ടുണ്ട്. അവൻ ഡൗൺ ആയി. ഗൈസ്, അവൻ്റെ AK ഉണ്ടായി ഞാൻ കണ്ടില്ല. അവൻ ഡബിൾ സ്നൈപ്പറിലാണ് കളിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഗൈസ്, അവന്മാരങ്ങനെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-2 നമുക്ക് ഈ പ്രാവശ്യം MH എടുത്ത് കയറിച്ചല്ല. ഷോർട്ട് റേഞ്ച് കളിക്കാം, ലോങ് റേഞ്ച് കയറുന്നുണ്ടാ. ഗ്ലൂവാള് ഒരെണ്ണം മേടിക്കുക. അത് ഇത് മേടിച്ച് ഒരു 8 മേടിച്ച് കയറിച്ചല്ല ഗൈസ്. അതാ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ശോകമാണ്. നല്ല രീതിക്ക് ശോകമാണ്. നമുക്ക് എന്തായാലും അടി കൊള്ളും. അപ്പോൾ റഷിടാനും ഇതിനൊക്കെ ഇത് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്ലൂവാൾ എടുത്തത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇത് ഫുള്ളാക്കാം. അവിടെ ചെന്നിട്ട് അത് അടി പേടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അങ്ങോട്ട് ജേസിന് കയറി. ഒന്നും വിചാരിച്ചില്ല, ചാവട്ടെ. സ്നൈപ്പർ കിട്ടി, നൈസിന് വലിയ എനിമീസൊക്കെ മേളാൻ തോന്നുന്നു. എനിമീസിനൊന്നും അതിൻ്റെ ഇവിടെ വരെ കയറി. ഇനി മേളിലേക്ക് അങ്ങോട്ട് കയറാലേ. എന്തായാലും ഇത്രയും കയറി, ഇനി മേളിലേക്കും കയറി അടിക്കാമെന്ന് വിചാരിച്ച് മേളിൽ കയറിയപ്പോൾ ഒരുത്തിനും പോലും ഇവിടെ ഇല്ല. എല്ലാത്തിനും അപ്പുറത്തേക്ക് പോയിന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല ഗൈസ്, ഇവിടെ തന്നെ എത്തുന്നുണ്ടായി. എൻ്റെ മോനെ, എനിക്ക് ഫുൾ ഡാമേജ്. ഇത് ഞാൻ എനിമിയൊന്നും കണ്ടില്ല ഗൈസ്, എന്നെ പൊക്കി വിട്ടില്ല. എന്താണ് ഗൈസ് ഇത്, ടീമും സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല, എവിടെ എനിമീനെ കണ്ട് ടീം അവനെ അടിച്ചിട്ട ഈ കളി എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഈ കളി മുഞ്ച ആയി. ഓക്കെ, ഒരു AK എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അവൻ അടിച്ചിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇവനാണ് ടീം അടിച്ചിടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഗൈസ്, അവർക്ക് സോണില്ല എന്ന് തോന്നുന്നു. എനിക്ക് സോണില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ടീം ഇപ്പോൾ ഗൈസ് കുറച്ചുകൂടി ഗൈസ് അങ്ങനെ നമ്മൾ 3-2 ആക്കിയിട്ടുണ്ട്. ഇനി അവർ ഒരു കളിയും കൂടി എങ്ങനെയെങ്കിലും എടുത്താൽ നമ്മൾ തീർന്നു ഗൈസ്. എങ്ങനെയെങ്കിലും എല്ലാ കളി എടുക്കണം. ഓക്കെ, കളി എടുക്കണം ഗൈസ്. മേടിച്ചേട്ടോ പ്ലീസ്. താങ്ക്സ് ബ്രോ. ഇന്ന് എൻ്റെ പൈസ ഉണ്ട്, ഞാൻ പൈസ ഇത് പിന്നെ ഇത്രയും മതി. എന്തായാലും അവനെ അടിച്ചിടാനുള്ളതായിട്ടുണ്ട്, അത് മതി. ഇവിടെ നിന്ന് ഇരിക്കുക കുറച്ച് നേരം. ഫുൾ ടീമുണ്ട് അവിടെ, ഫുൾ ടീമിനെ കണ്ട് ഞാൻ. പിന്നുള്ളത് ഇവിടെയാണ് ടീം. അല്ലാഹു അക്ബർ. ഇപ്പം പറ്റിയായതിന് നമുക്ക് എനിമീനെ നോക്കട്ടെ. ഇവിടെ
തല എങ്ങാനും കണ്ണടിച്ച് പൊട്ടിക്കുക. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടില്ല, ഞാൻ റഷ് ചെയ്ത് ഗൈസ്. ഒരുത്തൻ എനിക്ക് അടിച്ചിടാൻ പറ്റുള്ളൂ. ഇവനെന്നെ പൊക്കോ ഗൈസ്. ഇവനൊന്നും പൊക്കത്തില്ല ഗൈസ്. നോക്കായി അവന്. അപ്പോൾ ഈ കളി പോയാച്ച് ഗൈസ്, ഈ കളി പോയാച്ച്. ഇവനെടുക്കുമെന്ന് എനിക്ക് സംശയമാണ് ഗൈസ്. ഇവനൊന്നും എടുക്കത്തില്ല. അപ്പുറത്തുള്ളത് 2 പ്ലേയേഴ്സാണ്. കാരണം അവനെടുക്കത്തില്ല ഗൈസ്, ഇവനെടുക്കത്തില്ല. കണ്ടു പ്ലെയറാന്ന് തോന്നുന്നു ഗൈസ്. ബാക്കിലല്ല, ഫ്രണ്ടിലാണ് എനിമികൾ. ഓക്കെ, ഫ്രണ്ടിൽ അവൻ കണ്ടു. നമുക്കാണ് സോണായാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് സോണായാൽ ലാഭം. ഓ ഗൈസ്, നമുക്ക് തന്നെ സോണ്, നമുക്ക് തന്നെ സോൺ കിട്ടിയത് ഭാഗ്യം കേട്ടോ. ഈ കളി ഇവൻ്റെ എടുത്താൽ നമ്മൾ 1v1 സിറ്റുവേഷനാണ്. ഇവനെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ഷിറ്റ് ഗൈസ്, അവനങ്ങനെ എടുത്തില്ല ഗൈസ്. അവനങ്ങനെ ഇല്ലെടുത്തില്ല. അപ്പോൾ ഇനി 50-50 ചാൻസാണ്. അവൻ ഇനി എനിമി കളി എടുത്താൽ നമ്മൾ തോറ്റി, ഇല്ലെങ്കിൽ നമ്മൾ ജയിച്ച അങ്ങനത്തൊരു മാച്ചാണ്. ഞാൻ പറയുകയാണെങ്കിൽ കളി ഒരു വിശ്വാസത്തോടെ എടുക്കും. അടുത്തത് നമുക്ക് മിക്ക പൊറോട ഏത് ഓറ് ഈ ഇതാക്കുന്നു. അയ്യോ, ഓറിയും വെറുതെ പോടാ, അവർ മാറിപ്പോയി. അവർ എങ്ങനെയൊക്കെയോ മാറിപ്പോയി. അല്ലാഹൂ, ചത്ത് കുറച്ച് ഡാമേജ് പോയാൽ കുഴപ്പമില്ല. ഇതൊന്നും ഉണ്ടായില്ല. ഇവിടെ സ്നൈപ്പർ എടുക്കുക. കുറ്റമൈൻഡ് കഴിച്ചു, കുറ്റമൈൻഡ്. ഒരുത്തനവിടെ നിൽക്കുന്ന ഗൈസ് എടുത്ത് ഗൈസ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അവന്മാരുടെ ടീമില്ല. ഒരുത്തനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് അടി കൊള്ളുമോ അറിയത്തില്ല ഗൈസ്. ഈ കളിയിൽ നിന്ന് കമൻ്റ് ഇടും. ഓടിക്കണം എവിടെയെന്ന് വെച്ചാൽ അവരടിച്ചിടാ. ഇവിടെയാണ് ഇങ്ങോട്ടിടാം. ഒരു സുഖം ഇല്ലെങ്കിലും നമുക്കിടണം. ഈഗോ ഗൈസ്, ദാറ്റ് ഈസ് കോൾഡ് ഈഗോ. അടിയിലാണെന്ന് തോന്നണം. അതേ ഗൈസ്, അടിയിൽ പിടിച്ചിരിക്കണം. അത്രേ ഉള്ളൂ ഗൈസ്. തൊട്ടവനാവുകയും ഗൈസ്. ഞാൻ പറഞ്ഞ അവന്മാർ ജയിക്കുന്നാണ്. പക്ഷെ അമ്മ ജയിച്ചു ഗൈസ്. എങ്ങനെയെങ്കിലൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, നമ്മ ഇച്ചിരി സീനാണ് ഗൈസ്. അങ്ങനെ 8 സ്റ്റാർ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത മാച്ചിൽ കാണാം ഗൈസ്. CS കളിക്കും അടുത്തുണ്ട്. നമ്മൾ BR അടിച്ചത് മടുത്ത് കളി. ഇപ്പോൾ 2 കളി കളിച്ചപ്പോഴത്തേനും CS മടുത്ത് വെച്ച് അടിയിലേക്ക് ചാടി ഗൈസ്. ഗൈസ്, ഇത് വർക്കായിരുന്നല്ലേ ഗൈസ്. എന്ത് പെട്ടെന്ന് ടൈം കൂടി. ഞാൻ നോക്കാത്ത 40 സെക്കൻഡ് ആയിരുന്നു. ഗൈസ്, ഈ കളി മാക്സിമം സർവൈവ് ചെയ്ത് പിടിച്ചേക്കണം ഗൈസ്. അപ്പം നമ്മൾ നോക്കാണെങ്കിൽ ഈ കളി എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. അപ്പം നമുക്ക് ഈ എല്ലും മുള്ളക്കുള്ള ഹെൽത്ത് പോകാം. ഇവിടെ നിന്നാണ് ഈ കളി ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയത് തോന്നുന്നത്. ഇവിടെ നിന്നാണ് ഈ കളി ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയത്. അവിടെ തന്നെ കഴിഞ്ഞ കളി സീസണിലാണ് ഇവിടെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് ഇറങ്ങുന്നത്. സീസണിലേക്ക്
ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എല്ലാം അങ്ങനെയൊക്കെയുള്ള CS-ഇലല്ല, BR എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണിത്. CS-ൽ എന്താ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല ഗൈസ്. CS-ൽ ഇങ്ങനെ ഓപ്പൺ സ്ഥലമില്ല ഗൈസ്. ഇവിടെയൊക്കെ സോണാണ്, ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. UMP എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ FF നൈഫ് എടുക്കാം. പിന്നെ P90 ഉണ്ട്. P90 എടുക്കണ്ട. P90-ലൊക്കെ ഇനി ഗോൾഡ് ഫയർ ബട്ടൺ ഉണ്ട്. പിന്നെ ഓരോരോ ഗണ്ണായിട്ട് കളിക്കാം. അങ്ങനെ തൊണ്ടയിൽ ചെറിയ വേദനയുണ്ട്, തൊണ്ടവേദന. അതുകൊണ്ടാണ് പടക്കം കൊടുത്താലോ? പടക്കം കിട്ടി കളിക്കാം. പടക്കം മീൻസ് ഗണ്ണിൻ്റെ പേര് മര്യാദ അറിയത്തില്ല. ഞാൻ പടക്കമെന്നാണ് പറയാറ്. നിങ്ങളെന്താ പറയണമെന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പറയണം, അതാണ്. M119 അതന്നെ. ആ ഗണ്ണ് നിങ്ങളെന്താ വിളിക്കുന്നത്? ഞാൻ പടക്കമെന്ന് വിളിക്കുന്നു. നിങ്ങളെന്താ വിളിക്കുന്നതെന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് വലിയൊരു ലൈവ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നത്. നമുക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. ഇവിടെയാണ് ലാസ്റ്റ് സോൺ കാണിക്കുന്നത്. എൻ്റെ മോൻ എനിക്കായി ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കൊരു ഒത്തിരിയല്ല, എനിക്ക് ഇതെന്തായാലും തുറന്നേക്കാം. ഇല്ല സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അപ്പോഴത്തേനും കുറച്ച് ലൂട്ടൊക്കെ എടുത്ത് സെറ്റായിരിക്കാം. അതിന് കയറുന്നുണ്ടല്ലോ. അവിടെ എനിമിയുടെ അത്ര ഉള്ളു. ഗൈസ് ഹിറ്റ് ലിസ്റ്റ് ഇട്ടാണ് പടക്കത്തിൽ പെണ്ണാക്കി. എന്നാൽ ഗൈസ് ഇവിടെ അടുത്തൊരു എനിമി. ഇവിടെ ഒരു എനിമിനെ കണ്ടതുപോലെ തോന്നി. സത്യത്തിൽ ഞാനൊരു എനിമിനെ കണ്ടതുപോലെ തോന്നി. കാരണം ടച്ച് ഷൂട്ട് ഓടിയത് ഉണ്ടായില്ല. ഇല്ലെന്ന് തോന്നുന്നു. അത് തോന്നലായിരിക്കും. എന്തായാലും ചാനൽ തുറക്കാൻ സമയമായി. ഇല്ല, ഇന്നൊരു 4 സെക്കൻഡ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. സ്നൈപ്പറിൻ്റെ ബുള്ളറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, അടിയുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. വീണ്ടും അവനെ തന്നെ അടിച്ചിട്ട് ഗൈസ് 10 ബുള്ളറ്റ് ഉള്ളൂ. പെട്ടെന്ന് ലൂട്ടൊക്കെ പിറക്കട്ടെ. കുറച്ച് പടക്കത്തിന് കുറച്ച് ബുള്ളറ്റൊക്കെ സെറ്റാക്കി പവർ കാണിക്കാം. ഞാൻ മേടിച്ചത് ബാഗാണ്. ലെവൽ 5 ബാഗാണ്. 5-3 ലെവൽ 3 ബാഗാണ്. എന്നിട്ടാണ് ഗൈസ്. അയ്യോ, സമയമില്ല. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ പോയി. അത്രേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അത്രേ ഉള്ളൂ. കയറാൻ പറ്റിയാൽ മതിയായിരുന്നു. 9 സെക്കൻഡ്, 8 സെക്കൻഡ്. കയറാൻ പറ്റില്ല. ചതിച്ച്
എന്നെ പറ്റിക്കുന്നു. അത്രേ ഉള്ളു. ഓ ഗൈസ്, ഇപ്പം നമ്മൾ ചത്തേന. ഓ വൈസ OP വല വൺ ടാപ്പ്. ആ ഒരു വൺ ടാപ്പ് അങ്ങനെ ഉണ്ടായി. ഒരുത്തൻ കയറി വന്ന് തല അടിച്ച് പൊളിച്ചിട്ടത്. അങ്ങനെ 4 കില്ലെടുത്ത്. എൻ്റെ ഗ്ലൂ ഇഷ്ടപ്പെട്ടത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയാണ്. അങ്ങനെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു. അതുപോലെ കിട്ടിയത് എനിക്കൊരു സ്പിന്നിനാണ്. ഫ്രീ സ്പിന്നിനാണ് കിട്ടിയത്. ഫ്രീ സ്പിൻ മീൻസ് ഒരു സിംഗിൾ സ്പിന്നിലാണ് കിട്ടിയത്. ഓക്കെ ഗൈസ്, നോക്കടുത്ത് നമ്മുടെ അടുത്തൊരു മീനെ കണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് UMP ഫ്രണ്ടിൽ നിന്ന് കുഴപ്പമില്ല. അവിടെ തന്നെ രണ്ടന്മാരൊക്കെയാണ് തോന്നുന്നു. അയ്യോ, ഡ്രോപ്പിൻ്റെ സ്ഥലം മാറിപ്പോയി. അന്നേരം നല്ലൊരു കാര്യമില്ലേ, അടുത്ത് തന്നെ ഇറങ്ങി ഒക്കെ. അതുകൊണ്ട് തന്നെ 4 കില്ലെടുത്തിട്ട് നമ്മൾ നോക്കാൻ തന്നെ ഹെൽമെറ്റ് കൊടുത്താണ്. ചത്ത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചത്ത്. കളിയെ നമ്മൾ ലോബിയിൽ വന്നപ്പോൾ എക്സവേറ്റിൻ്റെ ഇതും കാര്യങ്ങളും കിട്ടി, ഒരു കെലിക്കാച്ച് സ്കിൻ. അപ്പോൾ അത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോ ഞാൻ നിർത്തണതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചേക്കാം. അപ്പം നമ്മൾ ഇതേപോലെ തരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നതാണ്. കൂടുതൽ ലൈക്ക് അടിച്ചേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളും ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.